ഫുള്ളും വെള്ളം കയറി വെച്ചാല് അമ്മാതിരി മഴ വെച്ചാൽ അമ്മര. പിന്നെ ബാക്കിയുള്ള ആൾക്കാരെ നമ്മൾ എന്താക്കി ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടോ. ഇനി ഈ ഒരു കംപ്ലീറ്റ് ആയിട്ട് ആകെ പണി പാകാണ്. ഇങ്ങനെ ഫുൾ മഴ. നമ്മളിപ്പോ ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്ക് ചാനൽ ബേഡ്സേക്ക് എന്റെ പേര് വിശാഖ്. എന്നിട്ട് ആ വീഡിയോ മറ്റൊന്നുമല്ല കേട്ടോ, നമ്മൾ ഒരു റീവർക്ക് ചെയ്യുന്നു വന്നിട്ടുണ്ടല്ലോ. അപ്പം അതിനെ പറ്റിയാട്ടോ നമ്മൾ ആകെ ലോക്കായി കിടക്കുകയാണ്. എന്താണ് എങ്ങനെയാ ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ല. ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നിലവില് നമ്മളെ കേജുകൾ ഈ രീതിക്കാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബാക്കിൽ ഗ്രീനറ്റാർക്ക് മാറ്റിയാണ് നമ്മൾ വീബോർഡ് അടിക്കാൻ പോകുന്ന മേലെ. അതിന്റെ പുറകിലുണ്ട് ഈ കീറിയതൊക്കെ എടുത്ത് മാറ്റിയാണ്. കാരണം മഴക്കാലം വരുന്നത് നമുക്ക് ചെയ്യാൻ കേട്ടോ. അപ്പം അതിനെ പറ്റിയുള്ള വീഡിയോ ആണ്. നമുക്ക് നേരെ എന്ത് ചെയ്യാൻ വീഡിയോ വെക്കാം. അതിന് മുമ്പ് ഇതുവരെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടുള്ള ബെല്ലേക്ക് ഞാൻ മാറ്റി കേട്ടോ. നേരെ വീഡിയോയിലേക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ വെച്ചാല് മെയിൻ നമ്മളെ ഏവറിനെ അപ്ഡേറ്റ് ചെയ്യുകയാണ്. അപ്ഡേഷൻ വെച്ചാല് മഴക്കാലം വരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പം അതാണ് മെയിൻ നമ്മളിന്നിപ്പോ ചെയ്യാൻ പോകുന്നത്. അതിലിപ്പോ ശരിക്കും നമ്മൾ ലോക്കായിരിക്കുന്നത് എന്ത് ചെയ്യുന്ന ഒരു എത്തും പിടിയും കിട്ടാത്തൊരവസ്ഥയാണ്. പറഞ്ഞുതരാം എന്താണ്. കോലം കണ്ടില്ല, ഏവിയറിന്റെ പറ്റ അലമ്പാക്കി വെച്ച് കേട്ടോ. അതിൽ ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ സെക്ഷനിൽ കേജുകളൊക്കെ എഗ്ഗാണ്. അതായത് ഇവിടെ പൈഡ് എഗ് ചെയ്തിട്ടുണ്ട്, ഷോ ഉണ്ട്, എമറാൾഡ് മാത്രമാണ് എഗ് ചെയ്യാത്തത്. ബട്ടർഫ്ലൈ എഗ് ചെയ്തെടുക്കുന്നുണ്ട്, അതിൻ്റെ താഴെ ഷോ ഉണ്ട്, ഈ ഷോ എഗ് ചെയ്തെടുക്കുകയാണ്. അതിൽ ചിക്കി ഇരിഞ്ഞെടുക്കുകയാണ്. എല്ലാം ആകെ അലങ്കോലായി കിടക്കുകയാണ്. ഇവരിപ്പോൾ എഗ് ചെയ്യാനുള്ള രീതിക്കാണ് ഇവിടുത്തെ എല്ലാവരും എഗ് ചെയ്തെടുക്കണം. അപ്പം നമ്മളിപ്പോൾ വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു ആംഗിളിൽ ഫുള്ളായിട്ട് വീബോർഡ് അടിക്കുക. അതായത് 2 അടി, ഇപ്പോൾ 1.5 അടിയിലാണ് ആ ഗ്രീനായിട്ടുള്ളത്. അതിന് മേലെ 1 അടി കൂടി 2 അടി നെറ്റ് അടിക്കുക. അതിൻ്റെ മേലോട്ടുള്ളത് ഫുൾ പ്ലാസ്റ്റിക് അടിക്കുക. അതേപോലെ തന്നെ പ്ലാസ്റ്റിക് അടിക്കുക. നമ്മളതിന് മേലൊക്കെ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മേലെ കവർ ചെയ്ത്. അപ്പോൾ ആയിക്കൂടെ ഒന്നും ഇനി എലി വരാനുള്ള ചാൻസ് ഇല്ല. ഒക്കെ നമ്മൾ എന്ത് വൈറ്റ് വെച്ച് കവർ ചെയ്ത് ഇനി അവിടെയൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് ഈ പ്ലാസ്റ്റിക് വെക്കണം. നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ മെയ് 31 ഈ മേ ബി ഒരു 2-3 ഡേയ്സ് കൊണ്ട് എന്തായാലും നമുക്ക് മഴ സ്റ്റാർട്ട് ചെയ്യും. അതിന് നമുക്ക് ചെയ്യണം. പക്ഷെ നമുക്ക് ഈ കേജുകളൊന്നും മാറ്റാനും പറ്റില്ല. വീബോർഡ് വെക്കണമെങ്കിലൊക്കെ അറിയാം, അത്രയും റിസ്ക് ഉള്ള പരിപാടിയാണ് വീബോർഡ് അങ്ങോട്ട് വെക്കൽ. അത് വെക്കുന്ന സമയത്ത് നമ്മൾ എഗ്ഗുകൾ കാര്യങ്ങളൊക്കെ പോവും. അത് ആ ഒരു ചോറയാണ്. ഇവരൊക്കെ എഗ്ഗ് ചെയ്യാനുള്ള നൈപ്പ് എന്ന് വെച്ചാൽ അത്രയും നൈപ്പാണ് ഇവരൊക്കെ എഗ്ഗ് ചെയ്യാൻ കേട്ടോ. എന്ത് ചെയ്യുന്നൊരു എത്തും പിടിയും കിട്ടാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഫുള്ളിപ്പോൾ ഇവരത് ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അടുത്ത് നമുക്ക് കേജ് ക്ലീൻ ചെയ്യാൻ. കേജൊക്കെ ഇങ്ങനെ തന്നെ വെച്ചാൽ കുറേ ദിവസത്തിന് മേലെ തന്നെ പണി ചെയ്യുന്നത് നമ്മൾ. അപ്പം എന്തായാലും ഞാൻ കാണിച്ചു തരാം. ചെയ്യുന്ന വെച്ചാൽ നമ്മളിപ്പോൾ ഫസ്റ്റ് കേജ് ചെയ്തത് ആദ്യമേ കേജ് ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, ഈ ഷീറ്റ് അടിച്ചില്ലേ അതൊക്കെ ഒന്ന് വലിച്ച് പറിച്ച് കളയാട്ടോ. മെയിൻ നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി തന്നെയാണ്. പക്ഷേ ഇപ്പം നമുക്കിത് വലിച്ചറച്ച് കളയാൻ സുഖമാണ്. പക്ഷെ നമ്മൾ വീബോർഡ് അടിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരിക. കാരണം ചിക്കൽ വിരിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇത് എഗ്ഗ് ഉള്ള സമയത്ത് എന്താ വെച്ചാൽ എഗ്ഗ് നമുക്ക് മാറ്റി വെക്കാനും പറ്റൂല. എഗ്ഗ് നമുക്ക് മാറ്റി വെക്കാനും പിടിക്കാനും ഒന്നും പറ്റൂല കേട്ടോ. അപ്പോൾ നമ്മുടെ നിലവിലുള്ള പോർഷനിലുള്ള എല്ലാ സാധനം മാറ്റി കേട്ടോ. നമുക്ക് വേറെ വഴിയൊന്നുമില്ല. കുറച്ചേരോട് വെച്ച് എഗ്ഗ് ചെയ്തവരെ നമ്മൾ എന്താക്കി അവിടെയും വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ആൾക്കാരെ നമ്മൾ എന്താക്കി ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടോ. ഇനി ഈ ഒരു പോർഷനിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്ത് ഇന്ന് തന്നെ നമ്മൾ വീബോർഡ് അടിക്കും ചുറ്റിനും. അല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് മാറ്റി കളിച്ചാൽ എന്തായാലും അതിൽ എഗ്ഗുകൾ മിക്കവാറും ഇൻസൈറ്റൈലാവാനേ ചാൻസ് ഇപ്രാവശ്യം കൂടുതൽ കേട്ടോ. കഴിച്ച് ഞാൻ ആദ്യം രാവിലെ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് അയച്ചിട്ട് 11 കേട്ടോ. ഞാനിപ്പോൾ നിങ്ങൾക്ക് നിലവിലെ സാഹചര്യം കാണിച്ചു തരാം. നമ്മൾ ഇത്ര ആഴ്ച 2 ആഴ്ച ഇവിടെ മഴയോ കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിലില്ല. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ എന്താക്കുക വെച്ചാൽ ഇന്നിപ്പോൾ നമ്മൾ കേജ് കാര്യങ്ങളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വെച്ചിട്ട് കേജ് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചപ്പോൾ ഇന്ന് വരല്ലാത്ത മഴ. ആ മഴ എന്ന് വെച്ചാൽ ഫുൾ നമ്മളെ ഏവിയറിന്റെ ഉള്ളിൽ കാണില്ല. ഫുൾ എല്ലാ ബേഡ്സുകളും. കാരണം നമ്മൾ എഗ്ഗിന് മാറ്റി വെച്ച ബേഡ്സുകളൊക്കെ ഞാൻ കാണിച്ചത്. ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞല്ലോ എഗ്ഗിന് ഓരൊക്കെ മാറ്റി വെക്കണമെന്ന്. ഓരൊക്കെ ഞാൻ ആകെ അലമ്പാക്കി കേട്ടോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ നല്ല രീതിക്ക് പണിയെടുത്തോണ്ടിരിക്കുന്നത്. ഫുൾ മഴ പെയ്ത് ആകെ അലമ്പ്. നമ്മൾ ഏകദേശം ഇത്രയും ഭാഗം കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. പറയണ്ട, ആകെ ടയർഡായി വെച്ചാൽ അത് നമ്മൾ വിചാരിച്ചൊന്നും പണി നീങ്ങിയില്ല. നല്ല രീതി കേട്ടോ. ഫുള്ളും വെള്ളം കയറി വെച്ചാൽ അമ്മാതിരി മഴ വെച്ചാൽ അമ്മര. ഇന്നിപ്പോ നമുക്ക് പണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇവരൊക്കെ എഗ്ഗ് ചെയ്താണ്. ഇവരൊക്കെ എഗ്ഗ് നമ്മൾ സ്റ്റേജ് മാറ്റി വെച്ചപ്പോ ഇനി അത് വിരിയാനുള്ള ചാൻസ് ഒക്കെ കുറവാണ്. എല്ലാം ആകെ അവസ്ഥയായി എന്ന് പറഞ്ഞത് കണ്ടോ. കംപ്ലീറ്റ് ആയിട്ട് ആകെ പണി പാകാണ്. ഇങ്ങനെ ഫുൾ മഴ. നമ്മളിപ്പോ ഇത് കഴിഞ്ഞിട്ട് വേണം ക്ലീൻ ചെയ്തിട്ട് ഇനി ഇവർക്ക് ഫുഡ് കൊടുക്കാൻ, അതിനകത്തേക്കുള്ള ഫീഡിങ്സ് കൊടുക്കാൻ. അതുപോലെ നടക്കില്ല. ഇപ്പൊ എന്ത് ചെയ്യണം എവിടെ ചെയ്യണം എനിക്ക് ഒരു എട്ടും പിടിയും കിട്ടുന്നില്ലതാ. ഈ കോലായി ഫുൾ അലങ്കോലം. നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിട്ടല്ല. അകത്തൊക്കെ വെള്ളം കയറി. ആ കേജിന്റെ അകത്തും കാര്യങ്ങൾക്കൊക്കെ
ഷീറ്റിലൊക്കെ അവിടുന്ന് ഫുൾ ഷീറ്റ് നമ്മൾ അതിന്റെ ആ ഒരു ഇത്രയും ഭാഗം കവർ ചെയ്യാണ്ട് പിന്നെ അവിടെ നമ്മൾ തുണിയാണ് അടിച്ചിരുന്നത്. അത് മാറ്റി പ്ലാസ്റ്റിക് അടിക്കാണ്ടായിരുന്നു. അതിനൊന്നും നമുക്ക് ഗ്യാപ്പില്ല. കാരണം ആ പ്ലാസ്റ്റിക് നനഞ്ഞിട്ട് നേരെ വെള്ളം അകത്തേക്ക് വന്ന് കണ്ടോ, ഫുൾ അകത്തേക്കാണ് വന്നത്. പിന്നെ നിലവിൽ എന്താ പറയാ, കറണ്ടും പോയി. കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ബാക്കിയുള്ള ഇത്രയും പണി നമുക്ക് തീർക്കാണ്ട് ഇത് എടുത്ത് കട്ട് ചെയ്യാൻ നേരത്താണ് കറണ്ട് പോയത്. അപ്പൊ നമ്മൾ വിചാരിച്ചു വരുന്നല്ലോ, നമ്മൾ നല്ല രീതിക്ക് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇപ്പൊ. കാരണം ഇത്രയും പണി തന്നെ നമ്മൾ ഏകദേശം നല്ല ടൈം എടുത്ത്. കാരണം ആ കേജുകൾ മാറ്റണോ വേണ്ടയോ എന്നുള്ള ഒരുപാട് ചിന്തയിലാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ കേജ് മാറ്റിയാൽ എഗ്ഗും ചിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓരോക്കെ എവിടേക്കോ വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ അടുത്ത വീഡിയോ കൂടെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ കാണിച്ചു തരാം. അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ എന്താണെന്ന് കാണിച്ചു തരാം. ഇന്നിപ്പോ എന്തായാലും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ കാണുന്നേ തീടം ബൈ. അതിന് മുമ്പ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുള്ള ബെല്ലേക്ക് നമുക്ക് കേട്ടോ. ബൈ.